വണക്കം മക്കളെ, இந்த ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെന്നൈ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് സോളോ ട്രാവലാണ്. ഞാനിന്നിവിടെ എക്സ്പ്രസ് അവന്യൂ മോളിൽ വന്നിരിക്കുകയാണ്. ഞാൻ റാപ്പിഡോയിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ വന്നതും പിന്നെ തിരിച്ചു പോയതും. ഇവിടുത്തെ വൺ ഓഫ് ദ അടിപൊളി ഈ സെറ്റപ്പ് മാളായതുകൊണ്ട് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പം എല്ലാ കിടിലമായിട്ടുള്ള ട്രെൻഡിങ് കടകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നാണ്, അത് ഞാൻ വഴിയെ പറയാം. ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ? എനിക്കിപ്പോഴും ഈ എസ്കലേറ്റർ കയറാൻ ഭയങ്കര ഒരു ഭയമാണ് കേട്ടോ. എസ്പെഷ്യലി അത് മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേനും എനിക്ക് എത്ര തവണ ഇതിൽ പോയാലും എനിക്ക് ആ പേടി മാറുന്നില്ല. അതെന്താണെന്നറിയില്ല. അപ്പം നമ്മൾ നമ്മുടെ ഒരു സ്ഥലത്തോട്ടുള്ള ആ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. അപ്പം അത് തപ്പിയുള്ള നടത്തമാണ്. വലിയ മാളാണ് കേട്ടോ. അതുപോലെ ഞാനിവിടുത്തെ ഫുഡ് കോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ തപ്പി അവസാനം ഇതെൻ്റെ ഏറ്റവും തിയോബ്രോമ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള പേസ്ട്രീസൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ തിയോബ്രോമ. ഇന്ന് ഞാൻ തിയോബ്രോമ കയറിയില്ല, അങ്ങനെ തപ്പി നടപ്പാണ്. മര്യാദയ്ക്ക് ആക്ച്വലി എടുത്തില്ല. അപ്പോൾ ഞാൻ ക്രോസ് വേർഡിലോട്ടാണ് കേട്ടോ വന്നത്. ക്രോസ് വേർഡിൽ എനിക്ക് ബുക്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രാന്താണ്. സോ ഞാൻ ക്രോസ് വേർഡിൽ വന്ന കുറച്ച് ബുക്സൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഏതോ ഒരു വ്ളോഗിൽ, എനിക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു തെറപ്പി പോലെയാണ്, ഭയങ്കര ഒരു ഹീലിംഗ് ആണ്. അതേപോലെ ഒരു കാര്യമാണ് കേട്ടോ റീഡിങ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഒരു ആക്രാന്തമാണ്, ഭയങ്കര ഒരു തേഴ്സ്റ്റാണ്. പെട്ടെന്ന് ഒരു മൂഡ് ചേഞ്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ വേറൊരു ഐറ്റമാണ് ഈ റീഡിങ് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ കൂടുതലും ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, സെൽഫ് ഗ്രോത്ത് ബുക്സാണ് കേട്ടോ വായിക്കുന്നത്. മലയാളം കവിതകളും ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ എൻ്റെ ഈ ഒരു മേഖല ഉള്ള വായനയാണ് കൂടുതലും. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങുന്ന ബുക്സൊക്കെ തന്നെ നമുക്ക് ക്രോസ് വേർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബുക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ബുക്സൊക്കെ എടുത്ത് കുറച്ച് വായിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പ് വന്നു. ഞാൻ കുറച്ച് ബുക്സ് പർച്ചേസൊക്കെ ചെയ്തു കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല, പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി കുറച്ചധികം പർച്ചേസൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ച് ഫുഡ് കോർട്ട് തപ്പി നടന്നു. എവിടെ പോവും, എന്ത് കഴിക്കുമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഇത്രയധികം ഓപ്ഷൻസ് കണ്ടപ്പോഴേ എന്ത് കഴിക്കുമെന്ന് ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ മോമോസ് ഉണ്ട്, പിന്നെ ചൈനീസ് സ്പെഷ്യൽസ് ഉണ്ട്. അവസാനം ഞാൻ എന്താണ് കഴിച്ചതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് കേട്ടോ ഇന്ന് കഴിച്ചത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ കഴിച്ചതെന്നൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ. അപ്പം ആരെങ്കിലും കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. ഞാൻ കഴിച്ചതിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നടന്നില്ല. നമുക്ക് മറ്റൊരു ദിവസം കഴിക്കാം. ഞാൻ ഇതാണ് കേട്ടോ വന്നത്, സൂഷിയുടെ ഒരു കടയിലാണ് വന്നത്. അയ്യോ, ഞാനങ്ങനെ എസ് ഐ ടെമ്പുര റോളാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ഞാൻ അവിടെ നിന്നവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെടുത്തു. ഇതെനിക്ക് അവർ സ്റ്റാർട്ടർ കൊണ്ട് വെച്ചതാണ് കേട്ടോ. ഭയങ്കര നല്ല അടിപൊളി എന്തോ സോസിലൊക്കെയാണ് ഈ സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ എസ് ഐ ടെമ്പുര റോള്. ആൻഡ് ഇറ്റ് ഈസ് അമേസിങ് ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതേപോലെയുള്ള ചെന്നൈ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ കാണണം എന്നുള്ളവർ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് വരിക. ഞാൻ ഭയങ്കര വിയേർഡായിട്ട് കൈയൊക്കെ വെച്ചിട്ടാണ് എടുത്ത് കഴിച്ചത് കേട്ടോ. പക്ഷേ ഞാൻ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു എന്തായാലും.